ശിവത്വത്തിന് കാരണമായിരിക്കുന്ന കണം. ശൈവകണം, ശരീരത്തിന് കാരണമായിരിക്കുന്ന ശിവത്വമുള്ള കണം, പ്രത്യക്ഷ കണം, സ്ഥൂല കണം എന്ന് പറയും. അതാണ് പ്രോട്ടോ. കോശം എന്ന് പറഞ്ഞാൽ ഒരു ഭണ്ഡാരമാണ്, ഒരു സഞ്ചിയാണ്, ഒരു ഉറയാണ്, ഒരു പൂമൊട്ട് പോലെയാണ്. അങ്ങനെയായിരിക്കുന്ന ആ കോശത്തെ പ്രത്യക്ഷമാക്കുന്നത് ആരാണ്? അത് അന്നമയമാണ്. അന്നമയം മണ്ണിനാലാകുന്നു, വ്യഞ്ജനത്താലാകുന്നു, പ്രോട്ടോണിൻ്റെ ഒരു കണമാകുന്നു അന്നമയം. നമ്മളുടെ അന്നം കൊണ്ടാണ് നമ്മളുടെ അന്നമയമായിട്ടുള്ള ഈ ശരീരത്തെ നിർമ്മിക്കുന്നത്. പ്രത്യക്ഷമായിരിക്കുന്ന സ്ഥൂല ശരീരത്തെ നിർമ്മിക്കുന്നത് അന്നം കൊണ്ടാണ്. അന്നമയ എന്ന് പറഞ്ഞാൽ മണ്ണിനാൽ ശരീരത്തെ നിർമ്മിക്കുന്നു. നവധാന്യങ്ങളിലൂടെ നമ്മൾ ശരീരത്തെ നവമാക്കിക്കൊണ്ടിരിക്കണം. നവധാന്യങ്ങളിലൂടെ, നല്ല ഫ്രൂട്ട്സിലൂടെ, നല്ല നട്ട്സിലൂടെ എല്ലാം നമ്മളുടെ ശരീരത്തെ നമ്മൾ ശിവത്വമുള്ളതാക്കിക്കൊണ്ടിരിക്കണം. പൂമൊട്ട് പോലെ നമ്മളുടെ സെല്ലുകളെ, നമ്മളുടെ കോശങ്ങളെ നിർമ്മിച്ചു കൊണ്ടിരിക്കണം. ശവത്തിൽ നിന്നാണോ നമ്മൾ ഈ ശരീരത്തെ നിർമ്മിക്കേണ്ടത്? അല്ല. ചീഞ്ഞഴുകുന്ന ഉണക്കമീനിൽ നിന്നാണോ, ശവങ്ങളിൽ നിന്നിട്ടാണോ നമ്മളുടെ ശരീരത്തെ, ഈ സെല്ലുകളെ നിർമ്മിക്കേണ്ടത്? പൂമൊട്ട് പോലെ ആരോഗ്യമുള്ള സെല്ലുകളെ നിർമ്മിക്കണമെങ്കിൽ നല്ല നട്ട്സിൽ നിന്നും, നല്ല ഫ്രൂട്ട്സിൽ നിന്നും, നല്ല ദ്രവ്യങ്ങളിൽ നിന്നും, നല്ല ധാന്യങ്ങളിൽ നിന്നും നമ്മളുടെ ശരീരത്തെ നമ്മൾ നിർമ്മിക്കണം. എങ്കിൽ മാത്രമേ അതിന് സുരക്ഷ ഉണ്ടാവുള്ളൂ, നമുക്ക് രക്ഷ ഉണ്ടാവുള്ളൂ.